2023 ഒക്ടോബർ മുതൽ മൊത്തത്തിൽ 50,000-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുമുണ്ട്. ഈ കാര്യം മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയുടെയും യൂണിസെഫ് റീജിയണൽ ഡയറക്ടർ എഡ്വാർഡ് ബിഗ് ബൈഡൻ വെളിപ്പെടുത്തുകയുണ്ടായി. ഇനി എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും മരിക്കേണ്ടി വരുമെന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണമായി മുന്നോട്ട് വന്ന് അതിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഈ ക്രൂരമായ കൊലപാതകം അവസാനിപ്പിക്കാൻ നിർബന്ധിതമായിട്ടും നിർണായകവുമായ ഒരു നടപടി കൈക്കൊള്ളുന്നതിന് മുമ്പ് എത്രത്തോളം ഭീകരതയായിട്ടാണ് ലൈവ് സ്ട്രീം ചെയ്യേണ്ടതെന്ന് ബിഗ് ബൈഡൻ ചോദിക്കുകയും ചെയ്തു. അതേസമയം ഗാസയിലെ കുട്ടികൾ ഇപ്പോൾ സങ്കല്പിക്കാനാവാത്ത ഭീകരതകളുടെ വേദനാജനകമായ സമയങ്ങളിലൂടെയാണ് കൂടുതലും കടന്നുപോകുന്നത്. കുട്ടികൾക്കെതിരായ ഗുരുതരമായ നിയമലംഘനങ്ങൾ, സഹായ ഉപരോധം, പട്ടിണി, നിരന്തരമായ നിർബന്ധിത കുടിയിറക്കം, അതുപോലെ ആശുപത്രികൾ, ജലസംവിധാനങ്ങൾ, സ്കൂളുകൾ, വീടുകൾ എന്നിവയുടെ നാശം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗാസ മുനമ്പിലെ ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു.